ഒരു ടിആറിലും ഇൻഡിക്കേറ്റേഴ്സും പറഞ്ഞത്. താഴെയാണ് ഹെഡ് ലാമ്പ് വന്നുള്ളത്. LED കണ്ടോ, ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റും. ആ ഒരു ഫീച്ചർ കവേർഡായി നിൽക്കുന്ന രീതിയിൽ അലോയി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്ട്രീ ക്ലാഡിങ് കൊടുത്തിട്ട് ഒരു അട്രാക്ഷൻ തരുന്ന രീതിയിലാണ് വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ. ലെഗ് റൂം നമുക്ക് ലഭിക്കും. ഹെഡ് റൂം അത്യാവശ്യം നല്ല ഹെഡ് റൂം ഈ വണ്ടിയിൽ കൊടുക്കും. അത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവും ഒരു തികച്ചും ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അങ്ങനത്തെ ഇവിടെ നെക്സോണാണ് ഇത് സെക്കൻഡ് വേരിയന്റ്. ഈ വേരിയന്റ് എന്തൊക്കെ ഫീച്ചേഴ്സ് പുതിയ ഇതാണ് ടാറ്റ നെക്സോണിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ഭയങ്കരമായിട്ട് പ്രീമിയം ലുക്കിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് പ്രൊഫൈലും പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫുള്ള് മാറി പുതിയൊരു ഡിസൈനായിട്ട് വാഹനം ഇറങ്ങിയിട്ടില്ല. ഫ്രണ്ടിൽ നമുക്ക് ടാറ്റ ലോഗോ കാണാൻ പറ്റും. അതുപോലെ ടോപ്പ് എൻഡിൽ പോകുന്ന സമയത്ത് നമുക്ക് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള DR യൂണിറ്റ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഡുവൽ ഫംഗ്ഷനാണ് ആ ഒരു DRലും ഇൻഡിക്കേറ്റേഴ്സും പറഞ്ഞത്. താഴെയാണ് ഹെഡ് ലാമ്പ് വന്നിട്ടുള്ളത്. LED പ്രൊജക്റ്റഡ് LED ലാമ്പാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ആ ഒരു ഹൗസിങ് പറഞ്ഞാൽ പ്രീമിയം ലുക്കാക്കിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഡിഫ്യൂസർ പോർഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു സ്കിഡ് പ്ലേറ്റ് പോലത്തെ. അതൊരു വൈറ്റ് ഫിനിഷിനാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു അട്രാക്ഷൻ തരുന്ന രീതിയിലാണ് വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. കാരണം ഈ ഒരു ഭയങ്കര പ്രീമിയം ലുക്കും അതുപോലെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷും കാരണം ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ 16 ഇഞ്ച് അലോയ് വീൽസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് 5 സ്പോക്കാണ്. ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫുൾ കവേർഡായി നിൽക്കുന്ന രീതിയിൽ അലോയ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്ട്രീ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് വ്യൂ മിററും കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു 10 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ബട്ടൺ അവിടെയും കൊടുക്കുന്നുണ്ട്. ഒരു ക്യാമറ യൂണിറ്റ്. ഇത് ഡുവൽ ടോൺ ആണ്. റൂഫ് വൈറ്റും താഴെ ഈ ഒരു ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഡുവൽ ടോൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ബേഡിങ് കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ബേഡിങ്ങാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞ അതേ സെയിമില്ല ബാക്കിൽ വന്നിട്ടുള്ളത് 16 ഇഞ്ച്. ബാക്കിൽ ഡ്രം ബ്രേക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്ക് പ്രൊഫൈലെ കുറിച്ച് പറയുന്നത് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈൽ ലാമ്പിൻ്റെയും വാഹനത്തിൽ വന്നുള്ളത്. ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കൂടെ റിവേഴ്സ് ക്യാമറയുടെ വാഹനത്തിൽ വന്നുള്ളത്. പിന്നെ നെക്സോണിൻ്റെ ബാഡ്ജിങ്ങും ആ ബാഡ്ജിങ് ഭയങ്കര ഒരു ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ട് വേറൊരു പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ റിഫ്ലക്ഷൻ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും ബാക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടൈഗറിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തിട്ടുള്ളവരും ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് അതിൽ വന്നിട്ടുള്ളത്. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ട്രയാങ്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ റോഡ് സൈഡിൽ വെക്കാനുള്ള ട്രയാങ്കിളാണ് അവിടെ വന്നിട്ടുള്ളത്. അതിൽ ബാക്ക് ബ്രേക്ക് ഡൗണോ വീല് മാറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. സ്പെയറിൽ താഴെ കൊടുത്തിട്ടുണ്ട്. 300 സംതിങ് ലിറ്റർ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സാധനം ഇതെന്താ വെച്ചാൽ നമ്മൾ ബൂട്ട് സ്പേസ് ഓപ്പൺ ആവാൻ പറ്റില്ല. ബാറ്ററി ഡൗണോ എന്തെങ്കിലും വിഷയം ബൂട്ട് സ്പേസ് ഓപ്പൺ ആവാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമുക്ക് അൺലോക്ക് ആക്കിയിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് വലിച്ച് നമുക്കിത് കണ്ടോ, ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റും. ആ ഒരു ഫീച്ചറാണ് ഇത് വന്നുള്ളത്. ഇത് ഞാൻ വേറൊരു വാഹനത്തിലും കണ്ടില്ല. അറിയുന്ന ജസ്റ്റ് കമ്പനി ചെയ്തായിരിക്കും വേറെ ഏത് വാഹനത്തിലുള്ളതെന്ന്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഡോർ പേഡ് നോക്കാം. ഇപ്പോൾ പറവിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് ആൻഡ് ലോക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് മാത്രമേ വന്നിട്ടുണ്ട്. അതിലൂടെ നെക്സോ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ ഇന്റീരിയർ നോക്കിയിട്ട് വരാം. ഇനി നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര പ്രീമിയം ലുക്ക് കൊടുക്കുന്ന ഒരു ഇന്റീരിയറാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇല്ലുമിനേറ്റഡ് ആണ് ഈ ഒരു സ്റ്റിയറിംഗിൽ പറയുന്നത്. നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാറ്റ ലോഗോ ഓപ്പൺ ആയി വരും. ആ രീതിയിലാണ് ഈ ഒരു സ്റ്റിയറിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. 2 കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്ന് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുള്ളത്, നമ്മൾ മീഡിയ കൺട്രോൾസും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പ് ആൻഡ് ഡൗൺ, വോളിയം, അങ്ങനത്തെ കുറച്ച് കൺട്രോൾസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. പിന്നെ നമ്മൾ നോർമൽ ഹെഡ് ലാമ്പ് കൺട്രോളും വൈപ്പ് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ക്ലസ്റ്റർ നോക്കി ഫുള്ളി ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇൻഫോടൈം സിസ്റ്റം നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഇൻഫോടൈം സിസ്റ്റം ഈ അതിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ, ഡ്രൈവ് നെക്സ്റ്റ്, ഇമേജർ, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും നമ്മളെ വാഹനത്തിൽ. പിന്നെ നമ്മൾ സറൗണ്ട് വ്യൂ ക്യാമറ, 360 ഡിഗ്രി ക്യാമറയുടെ വിഷ്വലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് 2D വിഷ്വലാണ്, ഇത് 3D വിഷ്വൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ക്യാമറ യൂണിറ്റ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് വ്യൂ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് നോക്കാം. മറ്റേ ബോഡി കാർഡ് അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല. അതിലൊരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഫ്രണ്ടിൽ 2 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലത്തെ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ റിവേഴ്സ് ഇട്ടാലും ഓപ്പൺ ആയി വരും. ആ രീതിയിലാണ്. അതുപോലെ തന്നെ
ഇത് സൗണ്ട് ഡെമോ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ ഒരു ഫീച്ചർ കൊടുക്കാൻ കാരണം നമ്മളിപ്പോൾ ഒരു സൗണ്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും, ബ്ലൂടൂത്ത് വെച്ചോ അല്ലെങ്കിൽ വയേർഡ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഇത് നമ്മളെ ടാറ്റനെ കൊടുത്ത ഒരു ഫീച്ചറാണ് സൗണ്ട് ഡെമോ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനൊരു ബിഗ് ലൈക്ക് നമുക്ക് ടാറ്റയ്ക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ ക്ലൈമറ്റ് കൺട്രോൾ AC കൊടുത്തിട്ടുണ്ട്, സെറ്റിങ്സ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് അതിൽ വന്നിട്ടുള്ളത്. താഴെ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി കളറുടെ ഒരു പോഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാർബൺ ഫൈബർ അല്ല, ആ ഒരു മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഗൺമെറ്റൽ ഫിനിഷ് ഒരു എലമെന്റ് പോയിട്ടുണ്ട്. പിന്നെ ഇത് AC കൺട്രോൾസും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയും കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാൻ ബട്ടൺ, ലോക്ക് അൺലോക്ക്, പിന്നെ സറൗണ്ടിങ് ക്യാമറ, ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് AC ആണെന്നുള്ളത്. അത് കുറച്ച്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വെക്കുന്ന ചാർജും സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. USB പോർട്ടും ഒരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഗിയർ ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് AC ആണ്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് വന്നുള്ളത്. നമ്മുടെ ഡ്രൈവും ന്യൂട്രലും റിവേഴ്സും കാരണം കൊടുത്തിട്ടുണ്ട്. ഇത് സ്പോർട്ട് മോഡും ഡ്രൈവ് മോഡ് സെലക്ഷനും കൊടുത്തുള്ളത്. സ്പോർട്ട് ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. സ്പോർട്ട് മോഡ് ആക്ടിവേറ്റ് ആണ് കാണിച്ച്. എക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. അതുപോലത്തെ 3 ഡ്രൈവ് മോഡ്സ് ആണ് ഇതിൽ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇതാണ് കീ വന്നിട്ടുള്ളത്. വാഹനത്തിന്റെ ലോക്ക് ഓണാക്ക്, ബൂട്ട് സ്പേസ്, ഹെഡ് ലാമ്പ് ഓണാക്കുള്ള ഒരു കീ, ബേസിക് കീ ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ മിക്ക വാഹനത്തിൽ കാണുന്ന സെയിം കീ ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്റ്റോറേജ് സ്പേസ്. പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കാരണം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അത്യാവശ്യം നല്ലൊരു കംഫർട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ സൺ റൈസ് അതിൽ വന്നിട്ടുണ്ട്. ചെറിയൊരു ഫയൽ പോക്കറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിങ് ആയ റിവ്യൂ മിറർ വന്നിട്ടുള്ളത്. ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സൺ റൂഫ് വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഒരു സിംഗിൾ പാൻ സൺ റൂഫാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. പാസഞ്ചറിലും മിറർ വന്നിട്ടുണ്ട്. പാസഞ്ചറിലും ഒരു ചെറിയ മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൺ ഷെയ്ഡ് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻലി ക്ലോസ് ചെയ്യണം. നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയാം. പക്ഷെ നല്ല കംഫർട്ടുള്ള സീറ്റ്സ് ആണ് സെക്കൻഡ് റോ എന്നുള്ളത്. പക്ഷെ നല്ല ലെഗ് റൂമും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇത്രയും ലെഗ് റൂമിൽ കാണാം. കുറച്ചും ബാക്കിലോട്ട് സീറ്റ് ഇട്ടാൽ ഇത്രയും ലെഗ് റൂം നമുക്ക് ലഭിക്കും. ഹെഡ് റൂം അത്യാവശ്യം നല്ല ഹെഡ് റൂം ഈ വണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പ് ഹാൻഡിൽ നമ്മൾ ഡോർ പേഡ് നോക്കുമ്പോൾ പവറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പീക്കർ നമ്മളെ ബോഡി കളറുടെ പോർഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറാണ് ഇവിടെ വന്നിട്ടുള്ളത്. കംഫർട്ട് നമുക്ക് ഒരു രക്ഷയില്ല, അടിപൊളി കംഫർട്ട് മാത്രമേ വന്നുള്ളത്. നമ്മൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ 2 AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സറൈസ് ചെയ്ത ഫ്ലോർ മാറ്റാണ് 70 ഫ്ലോർ മാറ്റ്. പക്ഷേ നല്ല പ്രീമിയം ലുക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മാറ്റും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഷോറൂമിൽ ആക്സസ് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ കാണാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനായാലും നമ്മളെ കോൺടാക്ട് ചെയ്യും. ഷോറൂമിൽ ലൊക്കേഷനും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ എൻജിൻ സ്പെക്ക് ജസ്റ്റ് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.2 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനാണ് വാഹനത്തിൽ കൊടുത്തത്. 3 സിലിണ്ടർ. നമുക്ക് 2 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒന്ന് 1.5 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൽ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 88.2 BHP പവർ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് നോക്കിയാൽ 170 Nm ടോർക്ക് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു പവർ ഫിഗേഴ്സ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓണക്കല്ലേ വരുന്നത്, ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഈ ഷോറൂമിൽ ലൊക്കേഷൻ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാവിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാൻ കൂടുതൽ ഡീറ്റെയിൽസിന് അവർ കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.